നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 13 വ്യാഴാഴ്ചയാണ്. ആദ്യം നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ആരംഭിക്കാം. ഇന്നലെ നിഫ്റ്റി നെഗറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാലും ഇന്നലെ മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്ന CPI ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഡാറ്റ തന്നെയായിരുന്നു. വിലക്കയറ്റ തോത് 7 മാസത്തെ താഴ്ന്ന നിലയിലെത്തി എന്നത് വളരെ പ്രത്യേകതയുള്ള കാര്യം തന്നെയാണ്. ഇതുകൂടാതെ ഏപ്രിൽ മാസത്തിൽ ഒരു നിരക്ക് കുറയ്ക്കൽ കൂടി ഉണ്ടാകും എന്നുള്ള സാധ്യതകൾ കൂടി ഇപ്പോൾ കാണുന്നുണ്ട്. ഇതിനോട് ഇന്ത്യൻ വിപണി പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക്. US നിന്നും ഇന്നലെ ഇൻഫ്ലേഷൻ ഡാറ്റ തന്നെയാണ് പുറത്തു വന്നിരുന്നത്. എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ നല്ല ഒരു ഡാറ്റ ആയതുകൊണ്ട് തന്നെ US മാർക്കറ്റുകൾ ഇന്നലെ ഉയർന്നു. ഡൗ ജോൺസ് മാത്രമാണ് ഇന്നലെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തത്. USഉം അതിന്റെ വ്യാപാര പങ്കാളികളും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന വ്യാപാര പിരിമുറുക്കം കാരണം US ഓഹരികൾ സമ്മർദ്ദം നേരിടുന്നു. ഈ താരിഫ് തർക്കങ്ങൾ ഉയർന്ന വിലയിലേക്ക് നയിക്കുകയും US, കാനഡ, മെക്സിക്കോ എന്നിവയെ മാന്ദ്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യും എന്നും നിക്ഷേപകർ ആശങ്കപ്പെടുന്നു. സമീപ ദിവസങ്ങളിൽ ഗോൾഡ്മാൻ സാച്ചസ് S&P 500നെ കുറിച്ച് പറഞ്ഞത് മുമ്പ് പ്രവചിച്ചതിനേക്കാൾ കുറവിലായിരിക്കും ഈ വർഷം ക്ലോസ് ചെയ്യുക എന്നാണ്. കൂടാതെ US മാന്ദ്യത്തിന്റെ സാധ്യതകൾ വർദ്ധിച്ചു വരുന്നതായി JP മോർഗനും അവകാശപ്പെടുന്നു. ഇത് രണ്ടും വിപണിക്ക് നെഗറ്റീവായിട്ട് തന്നെയാണ് വരാൻ സാധ്യതയുള്ളത്. ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് വീണ്ടും വന്നാൽ കഴിഞ്ഞ 2 ദിവസമായി ടെക്നോളജി സെക്ടർ ആയിരുന്നു അവിടെ ഒരു സെൽ ഓഫിലേക്ക് പോയത്. എന്നാൽ ഇന്നലെ S&P 500 ആണ് 11 സെക്ടറുകളിൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് സെക്ടറായി മാറിയത്. എന്നിരുന്നാലും US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിയാൽ ടെക്നോളജി സ്റ്റോക്കുകൾ ഇന്നലെ നഷ്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്യുന്നത്. ഇൻഫോസിസ് 2.48% ഇടിഞ്ഞു. വിപ്രോ 1.91% ഇടിവുമുണ്ടാക്കി. ICICI ബാങ്കും HDFC ബാങ്കും നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ICICI ബാങ്ക് 0.95% നേട്ടത്തിലും HDFC ബാങ്ക് 1% മുകളിൽ നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ഡോക്ടർ റെഡ്ഡി 1.42% ഇടിഞ്ഞു. യൂറോപ്യൻ വിപണിയും ഇന്നലെ ഉയരുകയുണ്ടായി. ബിറ്റ്കോയിനിൽ ഒരു തിരിച്ചുവരവ് ഇന്നലെ കണ്ടു. $83,000 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഈ ട്രേഡ് ടെൻഷനുകൾക്കിടയിലും സ്പോട്ട് ഗോൾഡ് വീണ്ടും നേട്ടമുണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. 0.7% ഉയർന്നു. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 64,520 രൂപയാണ്. ഈ മാസത്തെ ഉയർന്ന നിരക്ക് കൂടിയാണ്. ഇന്നലെ ഓയിൽ പ്രൈസുകളും നേട്ടമുണ്ടാക്കി. 2% ഓയിൽ പ്രൈസുകൾ ഉയർന്നത്. രാവിലെ 9 മണി മുതൽ 3:30 വരെ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലാണ് നൽകാറുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ആ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 50% ഡിസ്കൗണ്ടോട് കൂടി ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഇപ്പോൾ നിലവിലുണ്ട്. ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും പതിവ് പോലെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്ക്. ഇന്ത്യയുടെ റീറ്റെയിൽ പണപ്പെരുപ്പ് ഡാറ്റ ഇന്നലെ പുറത്തു വന്നിരുന്നു. റീറ്റെയിൽ പണപ്പെരുപ്പം 7 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. ഇന്ത്യയുടെ CPI ഇൻഫ്ലേഷൻ ഡാറ്റ ജനുവരിയിലെ 4.26% നിന്ന് ഫെബ്രുവരിയിൽ 3.61% കുറഞ്ഞു. ഭക്ഷ്യവിലക്കയറ്റം 21 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 3.75% എത്തിച്ച പച്ചക്കറി വിലയിലെ കുത്തനെയുള്ള ഇടിവാണ് CPI ഇൻഫ്ലേഷൻ കുറയാനുള്ള കാരണമായത്. ഇപ്പോഴത്തെ ഈ ഫെബ്രുവരിയിലെ ഇൻഫ്ലേഷൻ കുറഞ്ഞതിന് മറ്റൊരു പ്രത്യേകത കൂടിയുള്ളത്, പണപ്പെരുപ്പം 4% താഴെയായിട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇത് 6 മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണ്. കൂടാതെ RBIയുടെ ലക്ഷ്യത്തിന് അനുസൃതമായിട്ടാണ് ഇപ്പോൾ ഈ ഡാറ്റ പുറത്തു വന്നിരിക്കുന്നതും. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞതും പണപ്പെരുപ്പം കുറയാൻ കാരണമായി. കൂടാതെ സാമ്പത്തിക വിദഗ്ധർ ഇപ്പോൾ പ്രവചിക്കുന്നത് ഏപ്രിൽ RBI 25 ബേസിസ് പോയിന്റ്സ് നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ്. ഇന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ഓല ഇലക്ട്രിക് എന്ന കമ്പനിയാണ്. ഓല ഇലക്ട്രിക് അതിൻ്റെ S1 ശ്രേണിയിൽ 26,750 രൂപ വരെയുള്ള കിഴിവുകളും 10,500 വരെയുള്ള വില മതിക്കുന്ന അധിക ആനുകൂല്യങ്ങളും ഉള്ള ഒരു ഹോളി ഫ്ലാഷ് സെയിൽ വാഗ്ദാനം ചെയ്യുന്നു. ഓഫർ 2025 മാർച്ച് 17 വരെ ആയിരിക്കും. അടുത്തത് കോറമണ്ടൽ ഇന്റർനാഷണൽ ആണ്. കമ്പനി NACL ഇൻഡസ്ട്രീസിലെ 53.13% ഓഹരികൾ ഷെയർ 1-ന് 76.70 രൂപ നിരക്കിൽ ഏറ്റെടുക്കുന്നതിന് അംഗീകാരം നൽകി. അടുത്തത് BEML ആണ്. കമ്പനി സൈമൺസുമായി ഒരു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. അടുത്തത് ഇൻഫോസിസ് ആണ്. US പ്രമുഖ ബാങ്കായ സിറ്റിസണുമായുള്ള പങ്കാളിത്തം ഇൻഫോസിസ് വിപുലീകരിക്കുന്നു. ക്ലൗഡ് അധിഷ്ഠിത പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കുന്നതിനും പരമ്പരാഗത ഡാറ്റാ സെന്ററുകളിൽ നിന്ന് മാറുന്നതിനും പൗരന്മാർ, ധനകാര്യ സേവനങ്ങൾ, AI, ക്ലൗഡ്, ഓട്ടോമേഷൻ എന്നിവയിൽ ഇൻഫോസിസിന്റെ വൈവിധ്യം ഉപയോഗിക്കും. അടുത്തത് ഇപ്പോൾ നിരന്തരമായി ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഭാരത് ഇലക്ട്രോണിക്സ് എന്ന കമ്പനിയാണ്. കമ്പനിക്ക് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്ന് 2,463 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ കൂടി ലഭിച്ചിരിക്കുന്നു. അടുത്തത് ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസ് എന്ന കമ്പനി.
ഫസ്റ്റ് സോഴ്സ് ഗ്രൂപ്പ് USA കൊളംബിയയിൽ ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസ് ലിമിറ്റഡ് കൊളംബിയ SAS എന്ന പേരിൽ ഒരു പുതിയ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള സബ്സിഡറി സ്ഥാപിച്ചു. അടുത്തത് സ്വെലക്ട് എനർജി സിസ്റ്റംസ് എന്ന കമ്പനിയാണ്. സോളാർ PV മോഡലുകളുടെ 150 മെഗാവാട്ടിൽ കൂടുതൽ ഓർഡറുകൾ കമ്പനിക്ക് ലഭിച്ചു. കൂടാതെ ഇന്ത്യ ഇൻഫ്രാഡപ്റ്റ് വഴി ഒരു സ്വകാര്യ ഇടപാടിൽ സ്വെലക്ട് ഗ്രൂപ്പ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകൾ വഴി 290 കോടി രൂപ സമാഹരിക്കുകയും ചെയ്തു. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, രാവിലെ 9 മണി മുതൽ 3:30 വരെ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മൾ നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലാണ് നൽകാറുള്ളത്. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ വ്യൂസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ധാരാളം സംശയങ്ങൾ ഉണ്ടാവും. ആ സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് തൊട്ടു മുകളിൽ നമ്മളിവിടെ നൽകിയിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പ്, അതിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുവഴി ടെലഗ്രാം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് അറിയാവുന്നതുമാണ്. ഇന്ന് എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ആയി വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ സൺ TV നെറ്റ്വർക്ക്, GR ഇൻഫ്ര, ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ തുടങ്ങിയവയാണ്. ഇന്ന് സ്പ്ലിറ്റ് നടക്കുന്ന കമ്പനികൾ മഹൈ ടെക്നോളജീസ്, ഷാലിമർ ഏജൻസീസ്, ശാങ്കർ ഡക്കർ തുടങ്ങിയവയാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ BSE, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഹിന്ദുസ്ഥാൻ കോപ്പർ, മണപ്പുറം ഫിനാൻസ്, സെയിൽ തുടങ്ങിയവയാണ്. അടുത്തത് FIDA ആക്ടിവിറ്റിയിലേക്കാണ്. ഇന്നലെ FIS 1628 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തത്. DIS ആവട്ടെ 1510 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. സമീപ ദിവസങ്ങളിലായിട്ട് FISന്റെ സെല്ലിങ്ങിൽ വലിയ കുറവുണ്ടായതായിട്ട് കാണുന്നുണ്ട്. US ഇൻഫ്ലേഷൻ ഡാറ്റയ്ക്ക് ശേഷം ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ഒരുവിധമെല്ലാം പോസിറ്റീവിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്നും ഇന്നലെ ഫെബ്രുവരി മാസത്തെ വിലക്കയറ്റ തോത് 7 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിൽ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് തന്നെയായിരിക്കും ഫോക്കസിൽ ഉണ്ടായിരിക്കുക. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.90% നേട്ടത്തിൽ, തായ്വാൻ മാർക്കറ്റ് 0.73%, കോസ്പി മാർക്കറ്റ് 0.80%, ജക്കാർത്ത കോമ്പോസിറ്റ് 1.79% നേട്ടത്തിലാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 22,557 എന്ന നിലയിലാണ്. 8 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 20 മുതൽ 30 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. ട്രേഡ് ടെൻഷനുകൾക്കിടയിൽ ഇന്നലെ ഓയിൽ പ്രൈസുകൾ നേട്ടമുണ്ടാക്കി. ക്രൂഡ് ഓയിൽ 2% ഇന്നലെ ഉയർന്നത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $70.85 പെർ ബാരൽ എന്ന നിലയിൽ 0.16% ഇടിവിലാണുള്ളത്. WTI ഉള്ളത് $67.53 പെർ ബാരൽ എന്ന നിലയിൽ 0.22% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റി ഇന്നലെ നമ്മൾ ക്ലോസ് ചെയ്യുന്നത് 22,470 27 പോയിന്റ്സ് ഇടിഞ്ഞാണ്. ഇന്നലെ നിഫ്റ്റിയിൽ ഫോം ആയത് ഒരു ബിയറിഷ് ക്യാൻഡിലാണ്. എന്നിരുന്നാലും പ്രധാനപ്പെട്ട 22,300 330 സോണിൽ നിന്നും ഒരു ബൗൺസ് ബാക്ക് ഇന്നലെ നിഫ്റ്റിക്ക് ലഭിച്ചത് പോസിറ്റീവായി തന്നെ കാണാം. ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 5 ഡേ EMAയ്ക്ക് മുകളിലായിട്ടാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴും ആ ഒരു പോസിറ്റീവ്നെസ് നഷ്ടപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും മാർച്ച് 10-ാം തീയതിയിലെ ഹൈ ആയിട്ടുള്ള 22,668 ക്രോസ് ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടില്ല. മാർച്ച് 11-ാം തീയതിയിലെ ലോ ആയിട്ടുള്ള 22,317 ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ തന്നെയാണ്. ഇതുകൂടാതെ 20 ഡേ EMA ഉള്ളത് 22,633 ഡൗൺ സൈഡിൽ 22,250 മുതൽ 22,300 വരെയുള്ള ലെവലും പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുണ്ട്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം 23,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 22,600 സ്ട്രൈക്കിലും അതിനുശേഷം 22,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,000, അതിനുശേഷം 22,300 സ്ട്രൈക്കും അതിനുശേഷം 21,500 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,500, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,300. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 22,450 സ്ട്രൈക്കിൽ 1% ഇടിവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഒരു ലോങ് അൺവൈൻഡിങ് ആണ് ആ സ്ട്രൈക്കിൽ നടക്കുന്നത്. 22,400 സ്ട്രൈക്കിലും ലോങ് അൺവൈൻഡിങ് തന്നെയാണ്. 22,500 ലോങ് അൺവൈൻഡിങ് ആണ് നടക്കുന്നത് പുട്ട് സൈഡിൽ. എന്നാൽ കോൾ സൈഡിൽ ഷോർട്ട് ബിൽഡപ്പാണ് ഈ പറഞ്ഞ 3 സ്ട്രൈക്കുകളിലും ഉള്ളത്. അതുകൊണ്ട് മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സിനാണ് കുറച്ചുകൂടി ശക്തിയുള്ളത് എന്ന് തന്നെയാണ് ഈ സ്ട്രൈക്കുകൾ നമുക്ക് സൂചിപ്പിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 48,056 203 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നലത്തെ ഡെയിലി ക്യാൻഡിൽ പരിശോധിക്കുകയാണെങ്കിൽ വലിയ അപ്പർ വിക്കോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അതായത് ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്ന് തന്നെയാണ് ഈ ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത്. ഡൗൺ സൈഡിൽ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മാർച്ച് 11-ാം തീയതിയിലെ ലോ ആയിട്ടുള്ള 47,695 അതിനുശേഷം പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ ആവാൻ സാധ്യതയുള്ളത് 47,205
അപ്സൈഡിലേക്ക് വന്നാൽ 48,056 പ്രധാനപ്പെട്ട അപ്സൈഡിലെ ഒരു ലെവലാവാൻ സാധ്യതയുണ്ട്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 49,000, അതിനുശേഷം 50,000, അതിനുശേഷം 51,000 സ്ട്രൈക്കും. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 48,000, അതിനുശേഷം 46,000 സ്ട്രൈക്ക്, അതിനുശേഷം 47,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 49,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 48,000 ഇന്ത്യ വിക്സിലേക്ക്. തുടർച്ചയായ 2 ദിവസത്തെ നേട്ടത്തിന് ശേഷം ഇന്നലെ ഇന്ത്യ വിക്സ് ഇടിഞ്ഞു. 13.69-ൽ 2.70% ഇടിഞ്ഞാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും ഇത് റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് ഷെയർ ചെയ്യുന്നതും. ഇനി ആർക്കെങ്കിലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.